അനുഭവിപ്പാനിടയായി തീർന്നു. ആമേൻ. വലിയൊരു സാന്നിധ്യം ആമേൻ അനുഭവിപ്പാനിടയായി തീർന്നു. അങ്ങനെ ആ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വചനം ഇങ്ങനെ സംസാരിപ്പാനിടയായി തീർന്നു. പുത്രനുള്ളവൻ ജീവനുള്ളവനാകുന്നു, പുത്രനില്ലാത്തവൻ ജീവനില്ലാത്തവനാകുന്നു. ആമേൻ. ആ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് ആ ജീവന്റെ നാഥനായിരിക്കുന്ന ആ ഒരു ബന്ധത്തിലേക്ക് അധിക ബന്ധപ്പെടുവാൻ ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ സഹായിച്ചു. അതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആമേൻ. ഞാൻ ദീർഘമായൊന്നും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവവചനത്തിലേക്ക് നമ്മൾ ചിന്തയെ കൊണ്ടുവരാം. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ് ദൈവത്തിന്റെ സന്നിധിയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തങ്ങളിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എന്റെ വസ്ത്രം തൊട്ടത് ആർ എന്ന് ചോദിച്ചു. മതി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വേദഭാഗമാണ് ഇന്ന് ഇവിടെ വായിച്ച് കേൾപ്പിച്ചത്. ആമേൻ. ഒത്തിരി പ്രസംഗങ്ങളും ഒത്തിരി ദൈവത്തിന്റെ ആമേൻ ആലോചനകളും ഇതിനകത്ത് നിന്ന് നമ്മൾ കേട്ടവരാണ്. എന്നാലും ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ആ ചിന്ത ഇവിടെ പങ്കുവെച്ച് എനിക്ക് തന്ന സമയത്തിൽ ഞാൻ താണിരിക്കുവാൻ ദൈവത്തിന്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. ആമേൻ. ഇതിനകത്ത് നമ്മൾ വായിച്ച ഈ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ 12 വർഷവും പെരുമ്പടൽ ഭയങ്കര കഷ്ടതയിലൂടെയും വിഷമത്തിലൂടെയും കടന്നുപോയ ഒരു സ്ത്രീയുടെ കുറിച്ചാണ് ഇതിനകത്ത് നമ്മൾ വായിച്ചു കേട്ടത്. ഇതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം 12 വർഷം ഇല്ലേ, ഒരു ദിവസമല്ല 2 ദിവസമല്ല, 12 വർഷം. തമിഴിൽ അതിന് ഒരു അർത്ഥം പറയുന്നത് പെരുമ്പാട്, അധിക കഷ്ടം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അത് അവിടെ എഴുതിയിരിക്കുന്നത്. വറുത്തം എന്ന് വെച്ച വിഷമതയോടുള്ള ജീവിതമായിരുന്നു ഈ സ്ത്രീയുടെ ജീവിതം. ആ സ്ത്രീ ആ ഒരു ജീവിതത്തിനകത്തിൽ നിന്ന് തന്നെ താൻ അനേക വൈദ്യങ്ങൾ നോക്കുവാൻ താൻ മുന്നോട്ട് കടന്നുപോയ ഒരു സ്ത്രീ ആയിരുന്നു ഇവിടെ വായിച്ചു കേട്ടത്. ഒത്തിരി വൈദ്യന്മാരാൽ അല്ലെങ്കിൽ വൈദ്യങ്ങൾ നോക്കിയിട്ടും ഒട്ടും ഭേദം വരാതെ ആമേൻ വിഷമത്തിൽ ജീവിച്ച ഒരു സ്ത്രീ തന്റെ ജീവിതത്തിൽ താൻ സൗഖ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച് തനിക്കുള്ള എല്ലാറ്റിനും വിറ്റ് ചെലവഴിച്ച് താൻ വൈദ്യങ്ങളൊക്കെ നോക്കുവാൻ പോയിട്ടും തനിക്കതിൽ ഒരു ഭേദവും വന്നില്ല. അധികം കഷ്ടപ്പാടുകൾ, അധികം വിഷമതയുള്ള ഒരു ജീവിതത്തിൽ താൻ മുന്നോട്ട് കടന്നു പോകുകയാണ്. ആ സമയത്തിൽ താൻ ഒരു കാര്യം കേട്ടു. യേശു കർത്താവിനെ കുറിച്ചുള്ള അറിവുകൾ തനിക്ക് കേൾക്കുവാനിടയായി തീർന്നു. അപ്പോ ആ അറിവ് തന്നെ കർത്താവിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്നതായിരുന്നു ആ അറിവുകളെല്ലാം. ആമേൻ. താൻ കേട്ട അറിവ് അത് കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതായിരുന്നു താൻ കേട്ട കേൾവിയെല്ലാം. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആമേൻ സ്തോത്രം, 12 വർഷവും ആമേൻ ഒவ்வொரு ദിവസവും ചിലപ്പോ വൈദ്യം നോക്കി കാണാം. അങ്ങനെ മടുത്തിരിക്കുന്ന സമയത്തിൽ, ക്ഷീണിച്ചിരിക്കുന്ന സമയത്തിൽ, ആമേൻ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്തിൽ, വിഷമതയോടെ ഇരിക്കുന്ന സമയത്തിലാണ് ഈ സ്ത്രീ കർത്താവിനെ കുറിച്ച് കേൾക്കുന്നത്. ആമേൻ. അവിടെ എന്താന്ന് കേട്ടതെന്ന്, ആ സ്ത്രീ എന്താ കർത്താവിനെ കുറിച്ച് കേട്ടിരിക്കുന്നത് അതിനകത്ത് പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിൽ ഇതിന്റെ 1-ാം അധ്യായം മുതൽ ഇങ്ങനെ വായിച്ചു വരാൻ തുടങ്ങി. അവ 2-ാമത്തെ അധ്യായത്തിൽ ഒരു പക്ഷപാതക്കാരനെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്.
ആമേൻ സ്തോത്രം. 3-ാമത്തെ അധ്യായത്തിൽ വരണ്ട കൈയുള്ള മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. അതിന്റെ കീഴിലുള്ള വചനങ്ങളിൽ വായിച്ചു വരുമ്പോൾ അനേകരെ കർത്താവ് സൗഖ്യമാക്കിയതായിട്ട് അതിനകത്ത് കാണുന്നുണ്ട്. അതേപോലെ തന്നെ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ ഭൂതക്രിസ്തനെ കർത്താവ് സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിന്റെ ശേഷമാണ് ഈ ഒരു സ്ത്രീ കർത്താവിന്റെ കുറിച്ചുള്ള കാര്യങ്ങൾ കേൾവിപ്പെടുന്നത്. അതിന്റെ ശേഷം തന്റെ വിഷമതയും തന്റെ കഷ്ടങ്ങളും ആമേൻ സ്തോത്രം നിറഞ്ഞ ഒരു നേരത്തിലായിരുന്നു ആമേൻ കർത്താവിനെ കുറിച്ച് കേൾക്കുന്നത്. 12 വർഷം തനിക്കുള്ള എല്ലാത്തിനും വിട്ടിട്ട് ഒത്തിരി വൈദ്യന്മാരുടെ പേരുകൾ ചിലപ്പം ആ സ്ത്രീ കേട്ട് കാണും. ആമേൻ ഒത്തിരി ആമേൻ ആ വൈദ്യങ്ങൾ നോക്കിയിട്ടും ഭേദവരാതെ താൻ ക്ഷീണിച്ചിരിക്കുന്ന നേരത്തിൽ ആമേൻ സ്തോത്രം കർത്താവിനെ കുറിച്ചൊരു കേൾവി തനിക്കുണ്ടായപ്പോൾ ഈ എല്ലാ സാഹചര്യവും ആമേൻ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്തിൽ ആമേൻ സ്തോത്രം വിഷമതയോടെ ഇരിക്കുന്ന സമയത്തിലാണ് ഈ സ്ത്രീ കർത്താവിനെ കുറിച്ച് കേൾക്കുന്നത്. അവൻ ആ നേരത്തിൽ തന്റെ ഹൃദയത്തിൽ അവൻ പറഞ്ഞുകൊണ്ട് അവൻ യേശുവിന്റെ വസ്ത്രത്തിന്റെ അവൻ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകുമെന്നുള്ള അവൻ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു തീരുമാനം ആ സ്ത്രീ എടുക്കുവാനിടയായി തീർന്നു. ഇതിനകത്ത് അവൻ കർത്താവ് സൗഖ്യമാക്കിയത് യഥാർത്ഥം തന്നെയാ. പക്ഷേ ആ സൗഖ്യമാക്കിയ സ്ത്രീയുടെ ജീവിതത്തിൽ ലഭിച്ചത് അവൻ സൗഖ്യം മാത്രമായിരുന്നില്ല പ്രിയരെ. ആമേൻ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമുണ്ട്. ആമേൻ സ്തോത്രം. അതിനകത്ത് ആമേൻ സ്തോത്രം ദൈവത്തിൽ നിന്നുള്ള ഒരു ശക്തി ആമേൻ ഉണ്ടായിരുന്നു എന്നുള്ളത് യഥാർത്ഥമായിരുന്നു. ആമേൻ ആ സ്ത്രീ കർത്താവിന്റെ ആമേൻ ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ തന്നെ ആമേൻ ഒരു വല്ലമൈ അല്ലെങ്കിൽ ഒരു ശക്തി ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ആമേൻ സ്തോത്രം. 12 വർഷവും ആമേൻ വ്യാധികൾ മാറുവാൻ വേണ്ടിയിട്ടും തന്റെ വിഷമതയെ മാറാൻ വേണ്ടിയിട്ടും കഷ്ടപ്പാടുകൾ മാറാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടും മാറുവാൻ കഴിയാത്തത് ഒറ്റ നിമിഷത്തിൽ കർത്താവിന്റെ പാദത്തിലേക്ക് വന്നപ്പോൾ മാറുവാനിടയായി തീർന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നല്ല വൈദ്യനാ. ഹല്ലേലൂയ സ്തോത്രം. ആ വൈദ്യന്റെ പാദത്തിന്റെ അടുക്കലേക്ക് വന്നപ്പോൾ ആമേൻ തന്റെ വിഷമതകൾ മാറി. ആമേൻ സ്തോത്രം. തന്റെ കഷ്ടങ്ങൾ മാറി. ആമേൻ സ്തോത്രം. അങ്ങനെ നിന്ന ഒരു ജീവിതത്തിൽ ആമേൻ തൻ കർത്താവിനെ കുറിച്ചുള്ള കേൾവിയിലേക്ക് വന്നു. ആമേൻ സ്തോത്രം. കർത്താവിനെ കുറിച്ചുള്ള കേൾവിയിലേക്ക് വന്നു. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ സ്തോത്രം ചിലപ്പോൾ രോഗത്തോടായിരുന്ന സമയത്തിലായിരിക്കാം ഈ കർത്താവിനെ കുറിച്ച് കേട്ടത്. ഏതെങ്കിലും ഒരു വിഷയത്തിലായിരിക്കാം ഈ കർത്താവിനെ കുറിച്ച് നമ്മൾ അവൻ കേട്ടത്. പക്ഷേ ഈ കർത്താവിനെ കുറിച്ച് കേട്ട കേൾവി നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിനെ കൊണ്ടുവരുവാനായിരുന്നില്ല. മറിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റി അവൻ തന്റെ സാന്നിധ്യത്തിൽ നിറച്ച് അവൻ തന്നോട് കൂടെ ചേർന്ന് ജീവിക്കുവാനായിരുന്നെന്നുള്ളത് മറന്നു പോകരുത് ദൈവസഭയെ. ആമേൻ ഹല്ലേലൂയ. കർത്താവിനെ കുറിച്ചുള്ള കേൾവി തന്നെ സൗഖ്യത്തിലേക്ക് നടത്തി. ആമേൻ സ്തോത്രം. തന്നെ സൗഖ്യത്തിലേക്ക് നടത്തി. അതിനുശേഷം എന്താ നടന്നെന്നറിയാമോ? ആമേൻ സ്തോത്രം. അവൻ തന്റെ ശരീരത്തിൽ താൻ സൗഖ്യം അവൻ അനുഭവിച്ചതായിട്ട് താൻ ഉണരുവാനിടയായി തീർന്നു. തന്റെ ശരീരത്തിൽ താൻ സൗഖ്യം ആയത് ഉണരുവാനിടയായി തീർന്നു. ആമേൻ സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ ശക്തി അവൻ ഇന്നും വ്യാപരിക്കുന്നുണ്ട് പ്രിയരെ. കർത്താവിന്റെ ശക്തി ഇന്നും ഇപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ സ്തോത്രം. ആ ദൈവത്തിന്റെ ശക്തിയാൽ എന്റെ വിഷമത്തെ മാറ്റുവാൻ കഴിയും, എന്റെ പരാജയത്തെ മാറ്റുവാൻ കഴിയും, എന്റെ നിന്ദയെ മാറ്റുവാൻ കഴിയുമെന്ന് അവൻ വിശ്വസിക്കാൻ കഴിയുമോ എന്റെ കർത്താവിൽ? ഹല്ലേലൂയ. ആമേൻ. ഒറ്റ നിമിഷത്തിൽ മാറ്റിയ ദൈവത്തിന്റെ ശക്തി എന്റെ ജീവിതത്തിലും പ്രവർത്തിപ്പാൻ മതിയായത് തന്നെ എന്ന് വിശ്വസിക്കുന്നവരുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. ആ ശക്തി വെളിപ്പെട്ടാൽ ആമേൻ സ്തോത്രം. എത്ര വർഷമായെങ്കിലും ശരി, എന്റെ കർത്താവ് തൊട്ടാൽ അത് സൗഖ്യം തന്നെയാ. അതിലൊരു മാറ്റവുമില്ല. ആമേൻ. ആ ദൈവത്തിന്റെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, ഒത്തിരി വൈദ്യന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ 14ാമത്തെ വയസ്സിൽ എനിക്ക് നടപ്പാൻ കഴിയാതെ എന്റെ കാല് രണ്ടും ഇങ്ങനെ മടങ്ങിപ്പോയ ആമേൻ അവസ്ഥയിൽ ഞാൻ കിടക്കുമായിരുന്നു. എന്റെ പിതാവ് അവൻ എന്നെ തോളിൽ വഹിച്ചുകൊണ്ട് വൈദ്യം നോക്കുവാൻ ഒത്തിരി നടന്ന് സഞ്ചരിച്ച അവൻ ഒരു അനുഭവം എന്റെ ജീവിതത്തിലുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ പോയി നോക്കി,
ഒത്തിരി സ്ഥലങ്ങളിൽ ശ്രമിച്ചു, എന്നിട്ടും ഭേദം വരാതെ ഞാൻ കിടന്ന അവസ്ഥയിലായിരുന്നു. പ്രിയരെ, ഞാൻ ആ കിടക്കിൽ തന്നെ ആയിരിക്കുന്ന സമയത്തിൽ എനിക്ക് ചോറൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കഴിച്ചാൽ ബ്ലഡ് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു എന്റെ ജീവിതം. ആ ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് ഒത്തിരി വൈദ്യന്മാരുടെ അടുക്കലേക്ക് പോകുന്ന പ്രത്യേകത, ഒത്തിരി മരുന്നുകൾ നമുക്ക് തരും, ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷേ അതിലും എനിക്ക് സൗഖ്യമാകുവാൻ കഴിഞ്ഞില്ല. സ്തോത്രം, കർത്താവിന്റെ സ്തോത്രം കൃപയാൽ ഞാൻ ഇന്ന് സ്തോത്രം സുഹൃത്തർ ബലത്തോടും ധൈര്യത്തോടും നിന്ന് പറയാൻ ഒരേ ഒരു സാക്ഷിയുള്ളൂ, എന്നെ തൊട്ട ദൈവത്തിന്റെ ശക്തി. ആ ശക്തി നിന്ന് മാറ്റുവാൻ കഴിയും. ഏത് ഭാരമാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ആ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ശക്തി അത് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റുന്നതാണ്. ഹല്ലേലൂയ. സ്തോത്രം. തന്റെ ശരീരത്തിൽ ആ ശക്തി സ്തോത്രം വ്യാപരിച്ചപ്പോൾ, തന്റെ ശരീരത്തിൽ വ്യാപരിച്ചപ്പോൾ സ്തോത്രം അവിടെ ആ സ്ത്രീയുടെ വേദന നീങ്ങുവാൻ ഇടയായിട്ടു. ആ സ്ത്രീയുടെ ജീവിതത്തിലുള്ള വേദനകൾ നീങ്ങുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം അവിടെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് സ്തോത്രം അതിൽ അവൾ ആരോഗ്യം പ്രാപിച്ചു എന്നാ പറയുന്നത്. ഇവിടെ നോക്കണമേ, തന്റെ വിഷമതയേറിയ ജീവിതത്തിലും കഷ്ടത്തിലൂടെ കടന്നുപോയ ജീവിതത്തിലും ഒത്തിരി സ്തോത്രം വൈദ്യന്മാർ കണ്ടൊരു ജീവിതം. സ്തോത്രം, ഹല്ലേലൂയ. തളർന്നു പോയ സ്തോത്രം ഇനി ഇല്ല എന്ന് ചിന്തിച്ചു പോയൊരു ജീവിതം. ആ ജീവിതത്തിൽ താൻ യേശുവിനെ കുറിച്ച് കേട്ടു. ഈ യേശുവാൽ എന്റെ ശരീരത്തിലുള്ള ഈ വേദനകൾ, വിഷമതകൾ, പരാജയങ്ങൾ, നിരാശകൾ, പരിഹാസങ്ങൾ മാറും എന്ന് ചിലപ്പം ഈ സ്ത്രീ തന്റെ ജീവിതത്തിൽ ചിന്തിച്ചു കാണും. ആ ഒരു ചിന്തയോട് കൂടെ ആയിരിക്കാം താൻ കർത്താവിന്റെ അടുക്കലേക്ക് വന്നത്. പ്രിയരെ, ആ സ്ത്രീ കർത്താവിന്റെ അടുക്കലേക്ക് വന്ന് സൗഖ്യം പ്രാപിച്ചത് യഥാർത്ഥം തന്നെയാ. കർത്താവിന്റെ കുറിച്ച് കേൾവി തന്നെ സൗഖ്യത്തിലേക്ക് നയിച്ചുവെങ്കിൽ ആ സൗഖ്യം തന്നെ സ്തോത്രം മകളിന്റെ സ്ഥാനത്തിലേക്ക് എത്തിച്ചു. അടുത്ത വാക്യം, അതിന് താഴെയുള്ള വാക്യം 34-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അവിടെ കർത്താവ് പറയുന്നത്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. ഇവിടെ നോക്കണം, കർത്താവ് യേശുക്രിസ്തുവിനുള്ള കേൾവി തന്നെ സൗഖ്യത്തിലേക്ക് എത്തിച്ചുവെങ്കിൽ ആ സൗഖ്യം, കർത്താവിനുള്ള സൗഖ്യം തന്നെ അടുത്തത് മകളുടെ സ്ഥാനത്തിലേക്ക് എത്തിച്ചു. കഴിഞ്ഞില്ല, തന്നെ രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചു. കഴിഞ്ഞില്ല, തന്നെ സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. പ്രിയരെ, നമ്മുടെ കർത്താവ് അത്ഭുതം ചെയ്യുന്നവൻ തന്നെയാ. അത്ഭുതം ചെയ്യുന്നവൻ മാത്രമായിട്ട് കാണരുത്, മറിച്ചു മറന്നിരിക്കുന്ന ഒരു സത്യമുണ്ട്. അവൻ രക്ഷിക്കുന്നവനാ. അവൻ സ്തോത്രം നമ്മളെ മക്കളാക്കി തീർക്കുന്നവനാ. നമുക്ക് സമാധാനത്തിന് അരുളി ചെയ്യുന്നവനാ. നമ്മളെ സ്വസ്ഥതയിലേക്ക് നയിക്കുന്ന ഒരു ദൈവം തന്നെയാ എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. സ്തോത്രം. ആദ്യമായി തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ വേദനയോട് കടന്നു വന്നു. പിന്നീട് ദൈവത്തിന്റെ ശക്തി ആ സ്ത്രീ അനുഭവിച്ചു. പിന്നീട് തന്നെ സ്തോത്രം മകളുടെ സ്ഥാനത്തിലേക്ക് നയിച്ചു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവം സ്തോത്രം ചോദിച്ചു നോക്കുമ്പോഴും ചിലപ്പോൾ ഇതിനോട് കൂടെ ചേർന്നിരിക്കായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവവും. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ആയിരിക്കും. സ്തോത്രം ഏതെങ്കിലും ഒരു ഭാരമോ രോഗമായിരിക്കും നമ്മളെ കർത്താവിന്റെ അടുക്കലേക്ക് എത്തിച്ചത്. സ്തോത്രം കർത്താവിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ സ്തോത്രം സൗഖ്യം ലഭിച്ചത് യഥാർത്ഥമായിരുന്നുവെങ്കിലും ആ സൗഖ്യത്തിലൂടെ കർത്താവ് തന്റെ സാന്നിധ്യത്തെ വെളിപ്പെടുത്തി നമ്മളെ രക്ഷയിലേക്ക് നയിച്ച ഒരു അനുഭവം പ്രാപിച്ചവർ തന്നെയാ നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നവർ എല്ലാവരും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല. സ്തോത്രം. അപ്പൊ നമ്മൾ ചിന്തിക്കരുത്, കർത്താവേ ഇത് നടക്കോ ഇല്ലയോ എന്ന്. അങ്ങനെ രണ്ട് മനസ്സായിട്ട് വേണ്ട. നമുക്കറിയാം, നായൻ എന്ന പട്ടണത്തിൽ സ്തോത്രം ഒരു ബാല്യക്കാരൻ മരിച്ചുപോയി. ഒരേ ഒരു മകൻ. ആ ഒരു വിധവായ ആ അമ്മ തൻ കണ്ണീരോടെ വന്ന സമയത്തിൽ അവിടെ മനസ്സലിഞ്ഞ ഒരു കർത്താവിനെ കാണാം. ചിലപ്പം അവരുടെ മുമ്പിൽ ഇനി അവൻ എടിക്കത്തില്ല
ഇനി അവൻ വരികയില്ല എന്നുള്ള വിഷമതയോടും സങ്കടത്തോടും ആയിരിക്കും അവർ ബാല്യക്കാരനെ ചുമന്നുകൊണ്ട് പോകുന്നത്. അപ്പോഴാ കർത്താവ് അത് നോക്കി മനസ്സല്ലിട്ട് അതിന്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, അമ്മേ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, വാലിബനേ എഴുന്നേര്. അമ്മേ സ്തോത്രം. കർത്താവ് അവിടെ മരിച്ചു പോയ അല്ലെങ്കിൽ ആ ഒരു വാലിബനെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. പ്രിയരെ സ്തോത്രം, ഒരു കാര്യം കൂടി ഒന്ന് ചേർത്ത് പറയാം. ആമേ സ്തോത്രം, മരിച്ച് 4 ദിവസമായി. ആമേ സ്തോത്രം, പുറത്തു വരുവാൻ ഒരു സന്ദർഭവും ഇല്ല. ആമേൻ, ഇനി അദ്ദേഹം ജീവിക്കില്ല എന്ന് പറഞ്ഞ് ചിന്തിച്ച് ആമേൻ നിൽക്കുന്നവരുടെ മധ്യത്തിൽ ആമേൻ സ്തോത്രം, കർത്താവ് ആമേൻ അവരുടെ അടുക്കലേക്ക് വന്നിട്ട് ആമേൻ സ്തോത്രം, അവനെ എവിടെ വെച്ചു എന്ന് ചോദിച്ചു. അവനെ കല്ലറയിൽ വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ സ്തോത്രം, ഒരു സാഹചര്യവും ഇല്ലാത്ത കണ്ണുനീരോടും സങ്കടത്തോടും വിഷമതയോടും ആമേൻ നിൽക്കുന്ന ആമേൻ സ്തോത്രം, കർത്താവ് സ്നേഹിച്ച ആ ഒരു കുടുംബത്തിന് മുമ്പിൽ കർത്താവ് നിന്നിട്ട് പറഞ്ഞു, ആമേൻ സ്തോത്രം, ആ കല്ലറിനടുക്കലേക്ക് ഇറങ്ങി വന്ന് നിന്നിട്ട് പറഞ്ഞു, ലാസറുവേ പുറത്തു വാ. ഹല്ലേലൂയ. കണ്ണുനീരിനെ മാറ്റി അവൻ സന്തോഷം ഉടിപ്പിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് ഞാനും നിങ്ങളും അവൻ സേവിക്കുന്നത്. അവൻ സ്വത്രം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വേർതിരിക്കുന്ന ഒരു ദൈവത്തെയാ നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളത് മറന്നു പോകരുത് പ്രിയരെ, മറന്നു പോകരുത്. ഏത് സമയത്തിലും ഏത് നേരത്തിലും ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ ശക്തി നമ്മളിൽ ഒന്ന് വ്യാപരിച്ചാൽ ആമേൻ സ്തോത്രം, നമ്മളിൽ മാറാത്തത് ആമേൻ ഏതുമില്ല. അവന്റെ ശക്തിക്ക് ഇത് കഴിയോ, ഇത് കർത്താവിൽ സാധ്യമാകുമെന്നുള്ളത് ഞാൻ വിളിച്ചു പറയുന്നു. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ വല്ലമേ അവൻ ഇതുവരെയും കുറഞ്ഞു പോയിട്ടില്ല. ആ വല്ലമ ഇന്നും നമ്മളിൽ തന്നെ വ്യാപരിക്കുന്നു. ആമേൻ സ്തോത്രം. അവൻ എപ്പോഴാ ചോർന്നു പോകുന്നതെന്ന് അറിയാമോ? ദൈവത്തിന്റെ ശക്തി പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ സ്തോത്രം ആരാധിക്കുവാനും ആമേൻ സ്തോത്രം പ്രാർത്ഥിക്കുവാനും മടുത്തു പോകുന്ന സമയത്തിൽ അല്ലെങ്കിൽ ആ ശക്തിയിൽ നിന്ന് പുറകോട്ട് പോകുന്ന ഒരു അവസ്ഥയാവും. ആ അവസ്ഥയിലേക്ക് വരരുത്. അവൻ യേശുവിനെ കുറിച്ചുള്ള കേൾവി കേട്ടത് കൊണ്ട് പോരാ, എനിക്കൊന്ന് അനുഭവിക്കണം. ആമേൻ. ആ കേൾവി കൊണ്ട് ഞാൻ അവൻ മതിയാക്കുന്നില്ല. എനിക്ക് ആ യേശുവിനൊന്ന് തൊടണം, അവൻ യേശുവിനൊന്ന് തൊടണം എന്നുള്ളൊരാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ ആ ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ അനുഭവിപ്പാനിടയായി തീരും പ്രിയരെ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം. ഈ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾക്കും അവൻ ബലം കമ്മിയായി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവൻ ബലം കുറയാത്ത അവൻ ഒരേ ഒരു സ്ഥലം എന്ന് പറയുന്നത് കർത്താവിന്റെ സാന്നിധ്യ, കർത്താവിന്റെ പാദമാ. ആ പാദത്തിൽ ഒന്ന് മുട്ടുമടക്കുവാൻ കഴിഞ്ഞാൽ ആമേൻ സ്തോത്രം, നമ്മുടെ മൺകൂടാരത്തിൽ ആമേൻ സ്തോത്രം പകരപ്പെടുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്നുള്ളത് അവൻ മറന്നു പോകരുത്. ആ ശക്തി നമ്മളെ സൗഖ്യത്തിലേക്ക് മാത്രമല്ല, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അവൻ മുന്നോട്ട് പോകുവാനും നമ്മളെ സഹായിക്കുന്നതാണ് ഈ ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ച ഒരു ഭാഗമായിരുന്നു ഈ വേദവചന ഭാഗം എന്ന് പറയുന്നത്. ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. വിഷമതയോടെ ഇരുന്ന ജീവിതം, ആമേൻ സ്തോത്രം, ആമേൻ സങ്കടത്തോടെ ഇരുന്ന ഒരു ജീവിതം, ആമേൻ ഏതോ ഒരു സാഹചര്യത്തിൽ യേശുവിനെ കുറിച്ച് കേട്ടവളാ. ആ കേൾവി തന്നെ ആമേൻ കർത്താവിന്റെ പാദത്തിലേക്ക് സൗഖ്യത്തിലേക്ക് നയിച്ചുവെങ്കിലും അതിന്റെ മറുഭാഗത്ത് തന്റെ ആത്മാവിൽ താൻ സമാധാനത്തെ അനുഭവിപ്പാൻ അവനിടയായി തീർന്നു. ആമേൻ സ്തോത്രം. താൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ആമേൻ സ്തോത്രം. ഒരുവൻ കർത്താവിന്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ അവനെ സ്തോത്രം ദൈവം സൗഖ്യം ആക്കുന്നത് മാത്രമല്ല, രക്ഷയിലേക്ക് കൂടെ നയിക്കുമെന്നുള്ളത് മറന്നു പോകരുത്. സമാധാനത്തിലേക്ക് നയിക്കുമെന്നുള്ളത് കൂടെ മറന്നു പോകരുത്. ആമേൻ സ്തോത്രം. പരാജയങ്ങളെയും വിഷമതയും എല്ലാം മാറ്റി ആമേൻ തന്നോട് കൂടെ സന്തോഷത്തിൽ ഇരിപ്പിക്കുന്ന ഒരു ദൈവമത്രേ നമ്മൾ ആരാധിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ആമേൻ. വാനവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ വാർത്തകളോ ഒഴിഞ്ഞു പോവതില്ല എന്ന് പറഞ്ഞ ദൈവം.
ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആ ഒരു സ്ത്രീ സമാധാനം അനുഭവിച്ചു. അതിന്റെ ശേഷം ആമേൻ അതിനകത്ത് നമ്മൾ ഓർത്തോളണം. ആമേൻ യെശയ്യാ പ്രവചനത്തിനകത്ത് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക, അവൻ സമാധാനത്തിന്റെ പ്രഭു. ആമേൻ സമാധാനത്തിന്റെ പ്രഭു. ആമേൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം, എന്റെ സമാധാനത്തെ ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ട് പോയിരിക്കുന്നു, അത് ലോകം കൊടുക്കുന്ന പ്രകാരമല്ല. ആമേൻ സ്തോത്രം, ആ സമാധാനം നിത്യതയോളം നിലനിൽക്കുന്ന ഒരു സമാധാനം തന്നെയാ. ആമേൻ സ്തോത്രം, ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ പ്രതിസന്ധികൾ വരും. ആമേൻ സ്തോത്രം, നമ്മളെ ഇല്ലാതാക്കുവാൻ ഒത്തിരി ശത്രു ശ്രമിക്കും. അതിനകത്ത് ഓർത്തുള്ളണം, നമ്മളെ രക്ഷിച്ച ദൈവം നമ്മളെ പാതി വഴിയിൽ വിട്ടേച്ച് പോകുന്നവനല്ല. ആമേൻ സ്തോത്രം, നമ്മളെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ ആമേൻ സ്തോത്രം, പരാജയങ്ങളുടെ അപ്പുറത്തേക്കും ആമേൻ നമ്മുടെ തകർച്ചകളുടെ മുമ്പിൽ ശത്രു കൊണ്ടുവരുന്ന തകർച്ചയുടെ അപ്പുറത്തേക്ക് വെളിപ്പെടുന്ന ദൈവത്തിന്റെ ഒരു ശക്തി നമ്മളുടെ മേൽ കർത്താവ് പകരുക തന്നെയേ ചെയ്യൂ. ആമേൻ ശത്രു എന്ത് വിധമായ ആമേൻ കാര്യങ്ങൾ കൊണ്ടിട്ടാലും ഈ രക്ഷയിൽ തന്നെ ആയിരിക്കുന്നുവെങ്കിൽ നമ്മളെ സമാധാനം ഉടുപ്പിക്കും, സന്തോഷം ഉടുപ്പിച്ച് ആമേൻ സ്തോത്രം ഹല്ലേലൂയ താൻ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം മതിയായവനാ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ ആരാധിക്കുന്ന കർത്താവ് ഉണ്ടല്ലോ, ആമേൻ സ്തോത്രം, വരും. ആമേൻ സ്തോത്രം, അത്ഭുതം ചെയ്യുന്നവൻ മാത്രമല്ല, അത്ഭുതം ചെയ്യുന്നവൻ മാത്രമല്ല, അത്ഭുതത്തിൽ മാത്രം ഒതുങ്ങി പോകരുത് ദൈവസഭ. അത്ഭുതത്തിനപ്പുറത്തേക്ക് ആമേൻ രക്ഷിക്കുന്ന ഒരു കർത്താവ്, ആമേൻ നമ്മളെ നിത്യതയ്ക്ക് ഒരുക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനോട് കൂടെ ചേർന്നിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടാവണം. കർത്താവ് നമ്മളെ സൗഖ്യമാക്കും, യഥാർത്ഥം തന്നെയാ. ആ സൗഖ്യത്തോട് കൂടെ ഞാൻ ആമേൻ നിൽക്കരുത്. ആ സൗഖ്യത്തിന്റെ അപ്പുറത്തേക്ക് എന്നെ ആമേൻ സ്തോത്രം രക്ഷയുടെ സന്തോഷം ഉടുപ്പിച്ച് ആമേൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കർത്താവ് എനിക്ക് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ അത്ഭുതത്തിൽ നിൽക്കുന്നില്ല, അത്ഭുതത്തിന് അപ്പുറത്തേക്ക് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകും. ആമേൻ സ്തോത്രം, ആ രക്ഷയുടെ അനുഭവം എന്റെ ജീവിതത്തിൽ ആമേൻ ഞാൻ മുന്നോട്ട് പോകുന്നോളം എന്റെ കർത്താവ് ആ രക്ഷയുടെ സന്തോഷത്തെ ഉടുപ്പിക്കുവാൻ എനിക്ക് മതിയായവനാ എന്നുള്ള ആമേൻ ഒരു ബോധ്യം ദൈവസഭയ്ക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ആ രക്ഷയുടെ ആമേൻ അനുഭവത്തിലേക്ക് ആ സ്ത്രീയെ നയിച്ചു. ആമേൻ സ്തോത്രം, ആമേൻ 12 വർഷം. പക്ഷേ കർത്താവിന്റെ പാദത്തിൽ വന്നപ്പോൾ ഒരു നിമിഷം പോലും ആമേൻ അവിടെ നിന്നില്ല. ഒറ്റ സെക്കൻഡിൽ ആമേൻ അവൾക്ക് സൗഖ്യമായി. ആമേൻ സ്തോത്രം. ഇന്നും ആ കർത്താവിന്റെ ശക്തി കുറഞ്ഞു പോയിട്ടില്ല പ്രിയരെ. ആമേൻ ആമേൻ. കർത്താവ് രക്ഷിക്കുവാൻ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിന് ആമേൻ രക്ഷിക്കുവാതെ കൈ കഴിയാതെ വണ്ണം കർത്താവിന്റെ കൈ കുഴിയൊന്നും പോയിട്ടില്ല. ഇനിയും ആ കാര്യം പ്രവർത്തിക്കാറുണ്ട്, ഇനിയും പ്രവർത്തിക്കും. ആമേൻ ഇനി വരുന്ന കാലങ്ങളിലും ദൈവം ആമേൻ തന്റെ രക്ഷയെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ജനങ്ങളുടെ മുമ്പിൽ ആമേൻ വെളിപ്പെടുത്തും. ആമേൻ ആ ജനത്തിന്റെ മുമ്പിൽ ആമേൻ ദൈവത്തിന്റെ രക്ഷ വെളിപ്പെടണമെങ്കിൽ ഈ രക്ഷയുടെ അനുഭവത്തിൽ നമ്മൾ പോയേ മതിയാവൂ. ആമേൻ നമ്മൾ ഈ രക്ഷയിലൂടെ കടന്നു പോയാൽ മാത്രമേ ആമേൻ സ്തോത്രം മുന്നിൽ വരുന്ന ജനത്തിനോട് ആമേൻ യേശു രക്ഷകനും യേശു സമാധാനം പകർന്നു തരുന്നവനോ എന്ന് വിളിച്ചു പറയുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. പ്രിയരെ, ആമേൻ നമ്മൾക്ക് അനുഭവമില്ലാതെ ആമേൻ നമ്മൾ അത്ഭുതം മാത്രം കണ്ടാൽ പോരാ. ആമേൻ സ്തോത്രം, പുറത്തു പോയി യേശു രക്ഷകനാണ്, യേശു സമാധാനം തരുന്നവനാണ്, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളായി തീരാം എന്ന് വിളിച്ചു പറയണമെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അത്ഭുതം പോരാ, മറിച്ച് ആ രക്ഷയുടെ ആമേൻ സ്തോത്രം സന്തോഷത്തെ ഞാൻ ഉള്ളിൽ അനുഭവിക്കുന്നവനായിരിക്കണം. ആ ദൈവത്തിന്റെ സമാധാനം ഞാൻ അനുഭവിക്കുന്നവനായിരിക്കണം. ആമേൻ സ്തോത്രം, ആ ദൈവത്തിന്റെ വിടുതൽ ഞാൻ അനുഭവിച്ചവനായിരിക്കണം. എന്നാൽ മാത്രമേ സ്തോത്രം ജനത്തോട് വിളിച്ചു പറയാൻ കഴിയുള്ളൂ. ആമേൻ രക്ഷയ്ക്ക് വകയുണ്ട്, സമാധാനത്തിന് വഴിയുണ്ട്, സന്തോഷത്തിന് വഴിയുണ്ട് എന്ന് വിളിച്ചു പറയാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. അത്ഭുതത്തിൽ മാത്രം നിൽക്കരുത്, അത്ഭുതത്തിനപ്പുറത്തേക്ക് ആമേൻ സ്തോത്രം ഒരു മാർഗം വിളിച്ചു പറയുവാൻ നമുക്ക് വഴി ഒരുക്കി തന്ന ഒരു കർത്താവ് മുമ്പിൽ ഉണ്ട്. അതുകൊണ്ട് ആ കർത്താവിൽ നമ്മൾ ആമേൻ ചേർന്നിരിക്കുക. ആമേൻ സ്തോത്രം. ഇതിനകത്ത് ഞാൻ പറഞ്ഞ 3 കാര്യമാണ്. ഒന്ന്, വിഷമത്തിലും ആമേൻ സ്തോത്രം കഷ്ടത്തിലുമായിരുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ
ആമേൻ കർത്താവിനെ കുറിച്ചുള്ള ആമേൻ അറിവ് ലഭിച്ചു. ആ അറിവ് തന്നെ സൗഖ്യത്തിലേക്ക് നയിച്ചു. ആ സൗഖ്യത്തിൽ നിന്ന് മകളുടെ സ്ഥാനത്തിലേക്ക് നയിച്ചു. ആമേൻ പിന്നീട് രക്ഷയിലേക്ക് നയിച്ചു. ആമേൻ പിന്നീട് സമാധാനത്തിലേക്ക് നയിച്ചു. ആമേൻ ഇന്നും ആ സമാധാനം പകർന്നു തരുന്ന കർത്താവ് ആമേൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്റെ ജീവിതത്തിൽ ആ ശക്തി ഒന്ന് ആമേൻ പകർന്നു തരണമേ. എന്റെ